പ്രചാരണത്തിന്റെ ആദ്യ ദിനം മുതൽ തീരദേശ വോട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് മുന്നണികൾ നടത്തുന്നത്. പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി സ്ഥാനാർത്ഥികൾ എല്ലാവരും വന്നുപോയി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ തീരദേശത്തിന്റെ പൾസ് എന്താണെന്നുകൂടി അറിയാം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചാരണത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ സ്ഥാനാർത്ഥികളും മുന്നണികളും തീരദേശം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയത്. എന്തായാലും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ തീരദേശവാസികളുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കേന്ദ്രത്തിൽ ഈ തവണ ഒന്ന് ഭരണം മാറി വരണം. കോൺഗ്രസ് ഏതെങ്കിലും കോൺഗ്രസ് തന്നെ വരണം, വേറെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാധന ശശി തരൂർ തന്നെ ചെയ്യും, കോൺഗ്രസ് തന്നെ ചെയ്യും. സ്ഥാനാർത്ഥികളൊക്കെ എത്തിയോ പ്രചാരണം? ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ സ്ഥാനാർത്ഥി വന്ന് പ്രിയങ്ക ഗാന്ധി വന്നിരുന്നു. എല്ലാം പറയാൻ പറ്റില്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കേരളത്തിൽ പൊതുവെ UDF തരംഗമാണ്. പ്രചരണത്തിന്റെ ആദ്യം മുതൽ തന്നെ തീരദേശം കേന്ദ്രീകരിച്ചുള്ള പ്രചരണമൊക്കെ നടത്തിയിരുന്നു മുന്നണികളൊക്കെ തന്നെ. അതെ, നല്ല പ്രചരണം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രചരണ രംഗത്ത് തീരദേശത്ത് LDF തന്നെയാണ് മുന്നിൽ. പക്ഷേ അതിപ്പോൾ ലാസ്റ്റ് റൗണ്ടായപ്പോൾ എല്ലാവരും സമദൂരം പിന്നേന്ന് പറഞ്ഞു നോക്കി വലിയ ചൂടേറിയ ഒരു മത്സരമാണ്. ഇന്നത്തെ സാഹചര്യം ഏകാധിപതിയുടെ ഒരു ഭരണമാണ് നടക്കുന്നത്. അത് മാറണമെങ്കിൽ ജനങ്ങൾക്ക് ഫലപ്രദമായി എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഒരു ഭരണ ചേഞ്ച് അത്യാവശ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ എങ്ങനെ പോയി? പ്രചരണം 3 സ്ഥാനാർത്ഥിമാർ നല്ല പ്രചരണമാണ് നടത്തുന്നത്. 3 പേരും നല്ല വിജയപ്രതീക്ഷയിലാണ്. എന്നാലും കൂടുതൽ ചാൻസ് കോൺഗ്രസിനാണ് എല്ലാ ചാൻസും ഉള്ളത്. കാര്യം പിണറായിയുടെ ഭരണവും കേന്ദ്രത്തിൻ്റെ ഭരണവും ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് കൂടുതലും കോൺഗ്രസിനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് വന്നതിലാണ് നമ്മുടെ ഈ തീരമെല്ലാം നഷ്ടപ്പെട്ടത്. ഈ തീരം നഷ്ടപ്പെട്ടപ്പോഴേ ഒരുപാട് ഈ ഒരു 10 വർഷത്തിന് മുമ്പേ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ് തീരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കമ്പോലയ്ക്ക് പൈസകളൊക്കെ കൊടുക്കും. അപ്പോൾ തീരം നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ അവരൊന്നും ചെയ്തില്ല. നമ്മുടെ തീരം നഷ്ടപ്പെട്ടുകൊണ്ട് എത്ര കുടുംബം എന്നറിയാം ഇന്ന് പട്ടിണി കിടക്കുന്നത്. കമ്പോല വലിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ അവരിന്ന് മൊത്തത്തിലും പട്ടിണിയിലാണ്. സ്ഥാനാർത്ഥികൾ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയ പ്രഖ്യാപനം വന്നുകൊണ്ട് അവർ ഈ ഇലക്ഷൻ വരുമ്പോൾ അത് തരാം ഇത് തരാം എന്നൊക്കെ പറയും. ആൾക്കാരെ കൂട്ടാൻ വേണ്ടി മാത്രമാണ്. ആൾക്കാരെ കൂട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അവരെ പാട് നോക്കിയാൽ മതി. ഭരിക്കുന്നവർ എന്തെങ്കിലും ഈ തീരപ്രദേശത്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പറയാനുള്ളത്. അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊരു വലിയ കണക്ക് പുസ്തകം തന്നെ തുറന്നു വെക്കുകയാണ്. എന്തായാലും വോട്ട് ചോദിച്ചു വരുന്ന ഈ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോയി കഴിഞ്ഞാലും അവരെ ഓർക്കണം, അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.